തങ്കലാൻ പാരഞ്ജിത്തിന്റെ സംവിധാനത്തിൽ വരുന്ന 8ാമത്തെ ചിത്രം. ചിയാൻ വിക്രം, പാർവതി തിരുവോത്ത്, മാളവിക മോഹൻ, പശുപതി എന്നിവരാണ് തങ്കലാനിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. പഴയ കാലഘട്ടവും ഫിക്ഷനും ആക്ഷനും നിറച്ചതാണ് തങ്കലാൻ. GV പ്രകാശ് കുമാറാണ് തങ്കലാന് വേണ്ടി സംഗീതം ഒരുക്കിയിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തങ്കം അഥവാ ഗോൾഡുമായി ബന്ധപ്പെട്ട കഥാപശ്ചാത്തലമാണ് തങ്കലാനുള്ളത്. ടൈറ്റിൽ റോൾ ചെയ്തിരിക്കുന്ന വിക്രമിൻ്റെ കഥാപാത്രം തന്നെയാണ് തങ്കലാൻ. തങ്കം ഒളിപ്പിച്ചിരിക്കുന്ന നാട്ടിലെ കഥയാണിത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്തെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. ആ കഥയുടെ പോക്കിൽ തന്നെ ബ്രിട്ടീഷുകാർ എങ്ങനെയായിരുന്നു പ്രാചീന മനുഷ്യരെ ഉപയോഗിച്ചിരുന്നതെന്നും പ്രാദേശികമായി മനുഷ്യർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതെന്നും സംവിധായകൻ പറഞ്ഞു പോകുന്നു. ബ്രിട്ടീഷുകാർ ഗോൾഡ് തിരക്കി പോകുന്നതിനുള്ള ടൂൾ ആയി മാത്രമാണ് പ്രാദേശിക ജനങ്ങളെ കാണുന്നതെന്നും അതേ തരത്തിൽ തന്നെയായിരുന്നു രാജാക്കന്മാരും സാധാരണ ജനങ്ങളെ കണ്ടിരുന്നതെന്നും തങ്കലാൻ എന്ന സിനിമ പറഞ്ഞു വയ്ക്കുന്നു. പക്ഷേ അവസാനത്തോടെ തൻ്റെ ഗോത്രത്തിനു വേണ്ടി തങ്കലാൻ ഗോൾഡിന് അരികെ എത്തുന്നതും അത് സ്വന്തമാക്കുന്നതുമാണ് 2.25 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. രഞ്ജിത്തിൻ്റെ കബാലിയോ അല്ലെങ്കിൽ കാലയോ തന്ന ഒരു ഔട്ട്പുട്ട് ഈ ചിത്രം തന്നില്ല എന്നതാണ് പേഴ്സണലി തോന്നിയത്. വിക്രമിൻ്റെയും പാർവതി തിരുവോത്തിൻ്റെയും ഒക്കെ പ്രകടനങ്ങളും ചില രംഗങ്ങളുടെ ഭംഗിയും സംവിധാനത്തിൻ്റെ ഒതുക്കവുമൊക്കെ പ്രേക്ഷകനെ സംതൃപ്തിപ്പെടുത്തുന്നതായി തോന്നി. മനുഷ്യർ അടിച്ചമർത്തപ്പെട്ടു പോകുന്ന അവസ്ഥയും മറ്റും രഞ്ജിത്ത് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും പലയിടങ്ങളിലും ആസ്വാദനത്തിന് ഒരു തുടർച്ച കിട്ടാതിരിക്കുന്നത് പോലെ തോന്നി. ഗ്രാഫിക്സ് നിറച്ച രംഗങ്ങളും ചിത്രത്തിൽ ഒരുപാട് തവണ ഉണ്ടായിരുന്നു. പശ്ചാത്തല സംഗീതവുമെല്ലാം മികച്ചത് തന്നെ ആയിരുന്നു. കണ്ണിന് കുളിർമ തരുന്ന ലൊക്കേഷനുകളൊന്നുമല്ലെങ്കിലും വ്യത്യസ്തമായ ലൊക്കേഷനുകളായിരുന്നു ചിത്രത്തിനുള്ളത്. മൊത്തത്തിൽ വിലയിരുത്തിയാൽ എൻ്റർടൈൻമെൻറ്റ് ഘടകങ്ങൾ കുറഞ്ഞ, തരക്കേടില്ലാത്ത, ശരാശരി രേഖയിൽ നിൽക്കുന്ന ഒരു പാസ് മാർക്കൊക്കെ നൽകാൻ കഴിയുന്ന ഒരു രഞ്ജിത്ത് വിക്രം പടമാണ് തങ്കലാൻ.